ഇത് കണ്ട ഇന്നലെ രജിസ്റ്റർ 2 മാസം മുമ്പ് രജിസ്റ്റർ ചെയ്തതാണ്. ഇന്നലെയാണ് ലോകം മൊത്തം അറിയുന്നത്, നാട്ടുകാർ മൊത്തം അറിയുന്നത്. കണ്ണൂരായത്, കണ്ണൂർ മുണ്ടേരി എന്ന സ്ഥലത്ത്. ഇവിടെ മുണ്ടേരി എന്ന സ്ഥലം. ഇവിടെ കണ്ണൂർ ഷേണായി ഡോക്ടറെ ക്ലിനിക്കിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഷേണായി ഡോക്ടറെ ഭാര്യൻ്റെ ഡ്രൈവറെ മോനാണിത്. ഇവനെങ്കിൽ 2 കല്യാണം കഴിച്ചോളും. ഇതെല്ലാം പോക്ക് നോക്കിയിട്ട് ഇതെല്ലാം വരും, തിരിച്ചു വരും. ഇതെല്ലാം ഇപ്പോൾ 1 മാസം കൊണ്ട് തിരിച്ചു വരും എന്തായാലും ഇൻഷാ അല്ലാ. മുന്നോട്ടേക്ക് ജീവിച്ചിട്ട് പോകാൻ പറ്റൂല എന്നുള്ളൊരവസ്ഥയിൽ ഇവരെല്ലാവരും കൊണ്ടുവന്ന് എത്തിച്ചു തരുന്നുണ്ട്. നമ്മൾ രണ്ടാളും പിന്നെ ഇങ്ങനെ തന്നെ തുടർന്ന് പോകുകയാണെങ്കിൽ രണ്ടാളും സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ നാട്ടിലിറങ്ങാൻ പറ്റാത്ത ഇതുണ്ട്. ഇങ്ങനെ ഒരു വ്യാജ ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം. നല്ല രീതിയിൽ എനക്കും രാത്രി ഒരു പുറത്തിറങ്ങാൻ, രാത്രി നല്ല പകൽ വരെ പുറത്തിറങ്ങാൻ കഴിയില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതൊന്നും നേരിടാനൊന്നും നമുക്ക് കഴിയുന്നില്ല. ഒറ്റയ്ക്ക് നിന്നിട്ട് എത്രയാണെന്ന് വെച്ചിട്ടാൽ നമ്മളങ്ങനെ നേരിടാം. പിന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പിന്നെ ഈ സ്വർണവും ഇവളെ നിക്കാഹിന് വേണ്ടിയിട്ട് വെച്ച എല്ലാ സ്വർണ്ണവും എടുത്തിട്ടാണ് വന്നതെന്നെല്ലാം പറയുന്നുണ്ട്. അത് ഞാൻ കേട്ടപ്പാട് ഇവളെ ഉമ്മാക്ക് ഞാൻ മെസ്സേജ് അയച്ചതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ സ്വർണ്ണം എന്തെങ്കിലും എടുത്തിനോ? ഓറ് പറഞ്ഞു വെച്ചാൽ നീ സ്വർണ്ണം എടുത്തിനെങ്കിൽ പ്രശ്നമില്ല, നമ്മളെ മോളെല്ലാം കൊണ്ടുപോയി. എന്നിട്ട് ഉമ്മ ഇപ്പം പൊരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഒരു സാധനം എടുത്തിട്ടില്ല. ആകെ ഇവള് വരുമ്പോൾ ഇട്ടിട്ട് വന്ന് ഡ്രസ്സ് ഇട്ടിട്ട് വന്നതിന്, പിന്നെ ഇവളെ മൊബൈൽ ഉണ്ടതിന്. അത് രണ്ടും നമ്മൾ രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനിൽ വന്ന സമയം അവളെ ഉമ്മാൻ്റെ ടൈമിൽ ഫോണും സിമ്മും അടക്കം എല്ലാ കാര്യങ്ങളും എല്ലാം തിരിച്ചേൽപ്പിച്ചിന്. ഒരു കാര്യം എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. ഇതെല്ലാം നിങ്ങൾക്ക് വേറെ ആയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കറക്റ്റ് മനസ്സിലാവും എന്തെല്ലാമാണ്. ബാക്കി എല്ലാം കുറേ ആൾക്കാർ ഇതാക്കിയത്. നമുക്ക് വേറെ വഴിയില്ല. ആദ്യമേ ഒരു വ്ളോഗ് നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മൾ ഇതിന് എന്താ നമ്മൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളത് അനങ്ങാണ്ട് നിന്നതാണ്. വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ രണ്ടാളും വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ജീവിക്കണം, മുന്നോട്ട് മര്യാദയ്ക്ക് എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇന്റർകാസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് വല്ലാണ്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് പെറ്റീഷനായിട്ടൊന്നും മുന്നോട്ട് ആദ്യം പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് ചെയ്യുന്ന ആൾക്കാർ പിന്നെയും നമ്മൾ പ്രൊവോക്ക് ചെയ്തിട്ട് ഇത് കാര്യമില്ല എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ പെറ്റീഷനായിട്ട് മുന്നോട്ട് പോകാണ്ടെന്ന്. അപ്പോൾ ഇതന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുന്നോട്ടേക്ക് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തത്. എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മളിനിപ്പോൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വ്ളോഗ് ചെയ്ത അവരെല്ലാം നമ്മൾ എന്തായാലും പെറ്റീഷൻ കൊടുക്കും. മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി എല്ലാവരും പേടിച്ചിട്ട് ഇങ്ങനെ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നതിനെക്കാട്ടി നല്ലത് ഇത് തന്നെയാണെന്ന് തോന്നി. അപ്പോൾ കാര്യങ്ങൾ വ്ളോഗ് ചെയ്തോട്ട് എല്ലാവരും യൂട്യൂബ് ചാനലിന് റീച്ച് കൂട്ടാനെല്ലാം നോക്കുന്നതായിരിക്കും. എന്താണെന്നല്ലോ, പക്ഷെ എന്താണെന്ന് സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്തിനെങ്കിൽ കുഴപ്പമില്ലേനു. അങ്ങനെ ഒരാളെ ഒരു ഇത് ചെയ്തിന് ഇവർ 2 മാസം മുന്നേ രജിസ്റ്റർ ചെയ്താന്ന് ഇപ്പാന്ന് കാണിക്കുന്നത്. പിന്നെ അതിനകത്ത് കുറേ ആൾക്കാർ പറയുന്നുണ്ട് നോമ്പിന്റെ നടുക്കാ കല്യാണം കഴിച്ചത്. 1-ാം തീയതിയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. നോമ്പിന് മുന്നേറ്റ് കല്യാണം കഴിച്ചത്. അതും അന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടൊന്നല്ല, ഈ പറഞ്ഞൊരു വീട്ടിൽ പറഞ്ഞ ഇഷ്യൂ ആയതുകൊണ്ട്. പിന്നെ എൻ്റെ കൂടെ ഇറങ്ങി വന്നിട്ട് കല്യാണം കഴിക്കാണ്ട് രജിസ്റ്റർ ചെയ്യാണ്ടും മുന്നോട്ട് പോകുന്നത് ഒരു ഇതുള്ളതുകൊണ്ട് നമ്മൾ അത് എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ കോഴിക്കോട് മളത്തിലെത്തിയതും ഇങ്ങനെയെല്ലാം ചെയ്തതും. കൈയോടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ സ്റ്റേഷനിൽ ഇപ്പോൾ എല്ലാം പറഞ്ഞ എല്ലാം നല്ല രീതിയിൽ ഇതാക്കിയതാണ്. അതിന് ശേഷമാണ് ഈ ഒരു ഓഡിയോ വന്നതും ഇത്രയും മോശമായിട്ടുള്ള പ്രചരണ കാര്യങ്ങളുണ്ട്. നമ്മൾ രണ്ടാളായാലും ഒരു മതത്തിനെയും നമ്മൾ ഇതാക്കിയിട്ടുമില്ല, ഇതുവരെ മോശമായിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ടുമില്ല. നമ്മളിപ്പോൾ അവിടെ പോയിട്ട് അമ്പലത്തിൽ നിന്നുള്ളൊരു പ്രചരണം ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അന്വേഷിച്ച് നോക്കാം കറക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇതിനെക്കൊണ്ട് നമ്മളെ ചങ്ങായിമാർക്ക് കുറേ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അവരാരും സപ്പോർട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ കുറേ ആൾക്കാർ ഇതിന് കുടുങ്ങിപ്പോയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരുള്ള ഫോട്ടോ വെച്ചിട്ട് ആ ഫ്രണ്ടെല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നുള്ള രീതിയിലെല്ലാം അവർക്കെല്ലാം നാട്ടിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടാകുന്നുണ്ട്. അപ്പോൾ ഇതാരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമല്ല, നമ്മൾ രണ്ടാളും കൂടി എടുത്ത തീരുമാനം. നമ്മൾ രണ്ടാളും കൂടിയാണ് ഇതാക്കിയത്. ഇതിനകത്ത് കുറച്ച് ആൾക്കാർ വന്നിന് എന്നാന്ന്, പക്ഷേങ്കിൽ ഒന്നിനും ഇല്ലാത്ത കുറേ ചങ്ങായിമാർ ഇതിനകത്ത് ഇൻവോൾവ് ആയി എന്നുള്ള രീതിയിൽ അവർക്ക് വല്ലാണ്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്കും ബുദ്ധിമുട്ടാകുന്നുണ്ട്. അവരാരും ഇപ്പോൾ എന്നോടൊന്നും മിണ്ടുന്നില്ല. എല്ലാ തെറ്റിദ്ധാരണേൻ്റെ പേരിലാണ്. അപ്പോൾ ഇതെല്ലാം എല്ലാവരും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തതിന്.